ഷിരൂരിൽ 7ാം ദിവസത്തെ തെരച്ചിലും ലക്ഷ്യം കണ്ടില്ല. റഡാർ സിഗ്നൽ ലഭിച്ച രണ്ടിടത്തും ലോറിയില്ല. കരയിൽ എവിടെയും ലോറിയില്ലെന്ന് സൈന്യം അറിയിച്ചു. അർജുന് വേണ്ടിയുള്ള ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. ഷിരൂരിൽ നിന്നും സൈന്യം ഇന്ന് തന്നെ മടങ്ങുമെന്നാണ് സൂചന. അതേസമയം കരയിലെ മണ്ണ് പൂർണ്ണമായി നീക്കിയിട്ടില്ലെന്ന് കേരളത്തിൽ നിന്ന് പോയ ദൗത്യ സംഘാംഗം രഞ്ജിത്ത് ഇസ്രായേൽ പറഞ്ഞു. സന്തോഷ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. സന്തോഷ്, ഇന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതോടൊപ്പം തന്നെ ഈ കരയിലെ മണ്ണ് പൂർണ്ണമായി നീക്കിയിട്ടില്ലെന്ന് ഈ ദൗത്യ സംഘാംഗം രഞ്ജിത്ത് ഇസ്രായേൽ പറയുന്നു. പക്ഷേ സൈന്യം അറിയിച്ചത് രണ്ടിടത്തും ലോറിയില്ല, കരയിൽ എവിടെയും ലോറിയില്ലെന്ന് കൃത്യമായി അറിയിച്ചിരിക്കുകയാണ് സൈന്യം. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഷമ്മി, ഏതായാലും പ്രതീക്ഷയുടെ മറ്റൊരു പകൽ കൂടിയാണ് അസ്തമിച്ചത്. ഇന്നത്തെ തിരച്ചിലും അവസാനിപ്പിച്ചു. ഇതുവരെയും നടത്തിയിട്ടുള്ള തിരച്ചിലിൽ ഒരു തരത്തിലുള്ള ഈ വാഹനത്തിൻ്റെ ലോറിയുടെ അവശിഷ്ടങ്ങളോ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും സൈന്യവും അതോടൊപ്പം തന്നെ മറ്റ് ജില്ലാ ഭരണകൂടവും ഇവിടെയുള്ള ജനപ്രതിനിധികളും ഉൾപ്പെടെ പറയുന്നത് ഇനി ഈ കരഭാഗത്തെ മണ്ണിനടിയിൽ എത്തരത്തിലുള്ള ലോറി കണ്ടെത്താനുള്ള സാധ്യതയില്ല. പുഴ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഗംഗാവാലി നദി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിരച്ചിൽ നാളെ രാവിലെ മുതൽക്ക് ആരംഭിക്കും എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം പരമാവധി മണ്ണ് ഈ റോഡ് സൈഡിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ ലോറിയുടെ എന്തെങ്കിലും ഒരു സൂചനയുണ്ടെങ്കിൽ ഇതിനോടകം തന്നെ കണ്ടെത്തേണ്ടതാണ് എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം. മാത്രമല്ല, ഈ റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട്, നേരത്തെ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ട് ലോഹത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയ 3 സ്ഥലങ്ങളിലും ആഴത്തിൽ മണ്ണെടുത്ത് പരിശോധന നടത്തി. എന്നാൽ അവിടെയും ഈ ലോറിയുടെ അവശിഷ്ടങ്ങളോ ലോറിയുടെ മറ്റു ഭാഗങ്ങളോ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു തിരച്ചിൽ കരഭാഗത്ത് കേന്ദ്രീകരിച്ച് മണ്ണിടിഞ്ഞ ഭാഗം കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ അവസാനിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത്. അതേസമയം തന്നെ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ദൗത്യ സംഘം രഞ്ജിത്ത് ഇസ്രായേൽ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഇനിയും മണ്ണ് നീക്കാൻ ബാക്കിയുണ്ട്, ആ ഭാഗത്തെ കൂടുതൽ മണ്ണ് നീക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ ഈ തിരച്ചിൽ അവസാനിപ്പിച്ചതിന് ശേഷം രഞ്ജിത്ത് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഏതായാലും നാളെ കൂടുതൽ സംവിധാനങ്ങളോടുകൂടി നേവി പുഴയിലുള്ള തിരച്ചിൽ ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ വലിയ രീതിയിൽ മണ്ണ് പുഴയിലേക്ക് അടിഞ്ഞുകൂടിയ പ്രദേശമുണ്ട്. ഈ റോഡിനോട് ചേർന്ന പുഴയുടെ ഭാഗത്ത് തന്നെ മണ്ണടിഞ്ഞ പ്രദേശത്ത് ആദ്യം തിരച്ചിൽ ആരംഭിക്കുകയും പിന്നീട് ഈ പുഴയിലുള്ള മണ്ണ് നീക്കാൻ ആരംഭിക്കുകയും ചെയ്യും എന്നാണ് മനസ്സിലാകുന്നത്. അതിന് ആധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ ആവശ്യമുണ്ട്. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ നാളെ എത്തിക്കും എന്നാണ് ഇവിടെ. ഷിരൂരിൽ നിന്നും സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. കരയിൽ എവിടെയും ലോറിയില്ലെന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത്. 7ാം ദിവസത്തെ തെരച്ചിലും വിഫലമായി. അർജുനെ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞില്ല, ലോറിയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കര മുഴുവൻ പരിശോധിച്ചു എന്നാണ് സൈന്യം പറയുന്നത്.